നമസ്കാരം. തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ വിജയം അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള മധുര വിതരണ പരിപാടികളാണ് തീരദേശ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് കേരളത്തിലെ തീരദേശ മേഖലയിൽ ബി.ജെ.പിക്കുള്ള ഏക ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ബഗീഷ് പൂരാടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ബഗീഷ് പൂരാടന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കെട്ടിവെക്കാനുള്ള പണം അത് വലിയ തരത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് സംഘടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് കൂട്ടിയോജിപ്പിക്കാനായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. ബഗീഷ്, നമസ്കാരം. മധുര വിതരണ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഉണ്ട് ആവേശം? ആവേശം വാനോളമാണ്. ആവേശം വലിയ രീതിയിൽ അത് മത്സ്യത്തൊഴിലാളികളാവട്ടെ, സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആൾക്കാരും ഈ ഒരു ആഘോഷം അവസാനിക്കുന്നില്ല. സത്യത്തിൽ ആ ലീഡിംഗ് നില തുടങ്ങിയ ആ സമയം തൊട്ട് രാവിലെ ഒരു 8 മണിക്ക് ശേഷം ലീഡിംഗ് സുരേഷ് ഗോപി പിടിച്ചതിന് ശേഷം ഇതുവരെ ഈ തീരദേശ മണ്ണിൽ ഒരിക്കലും ആ ആവേശത്തിനൊരു തണുപ്പ് വന്നിട്ടില്ല. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്താൽ പോലും ഈ ആവേശം അടങ്ങുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത്രയും സന്തോഷത്തിലാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ വന്ന് നേരിട്ട് ഈ തീരദേശവാസികളെ കാണും, നന്ദി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിപാടി ഈ നാട്ടിക നിയോജകമണ്ഡലത്തിലെ ഏതെങ്കിലും തീരദേശ പഞ്ചായത്തുകളിലായിരിക്കും. ഒരു തർക്കവും. ഇപ്പോ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിൽ 6ലും ബി.ജെ.പി ആണ് ഒന്നാം സ്ഥാനത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല സ്ഥാനാർത്ഥികൾ നിർത്തി കഴിഞ്ഞാൽ 6 MLA-മാരെ സൃഷ്ടിക്കാനായിട്ട് ഇവിടുന്ന് സാധിക്കും. ഇതിന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ ഒരു ട്രെൻഡ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാറാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. കാരണം വർഷങ്ങളായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും LDF-ന്റെയും കുപ്രചരണങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും ഒരു തൊട്ടുകൂടായ്മ ഉണ്ട് എന്നുള്ള പറഞ്ഞു മനസ്സിലാക്കിയിരുന്നതാണ്. പക്ഷേ ജനം വൈകിയാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സത്യസന്ധതയും സേവനവും വികസനവും നെഞ്ചിലേറ്റിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ഇനി വർഷങ്ങളോളം ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് നിലനിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സുരേഷ് ഗോപി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ കേന്ദ്ര നേതൃത്വം ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റങ്ങൾ എന്തായിരിക്കും? തീർച്ചയായും വലിയൊരു മാറ്റം. സുരേഷ് ഗോപിയെ പോലെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ട് സുരേഷ് ഗോപിയുടെ ജനസേവനങ്ങളിൽ തീർച്ചയായും പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സേവന മനോഭാവം, ഇതൊക്കെ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വികസന മുരടിപ്പും പിന്നെ ജനങ്ങളോട് ഉള്ള ഒരു ഏകാധിപത്യ പ്രവണതയും ഇന്ന് ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. ഇനി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപിയെ പോലെ നല്ല സത്യസന്ധരായിട്ടുള്ള സേവനം ചെയ്യാനും വികസനം ചെയ്യാനും വേണ്ടി കഴിവുള്ള ആൾക്കാരിൽ മാത്രമാണ് കേരളത്തിലെ ജനതയിൽ ഇനി പ്രതീക്ഷ. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ഈ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ബി.ജെ.പിയുടെ സുരേഷ് ഗോപി വന്നാൽ കേരളത്തിലെ 81 നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വിജയ സാധ്യത എന്നുള്ള ഒരു സംഭവം വന്ന് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പക്ഷേ ഈ സുരേഷ് ഗോപി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് ആ ഒരു തലത്തിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് ഈ തൃശ്ശൂരിന് പുറമെയുള്ള മറ്റ് സ്ഥലങ്ങളിലെ ജനങ്ങളിടയിലേക്ക് അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടുണ്ടാവും? തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. കാരണം അദ്ദേഹം വർഷങ്ങളായി തൃശ്ശൂർ പാർലമെന്റിലാണ് മത്സരിക്കുമെന്നുള്ള ധാരണ ഉണ്ടായിട്ട് പോലും വയനാട് ഉൾപ്പെടെ ഇടുക്കിയിൽ ഉൾപ്പെടെ ആദിവാസി മേഖലയിൽ തീരദേശ മേഖലയിൽ എന്നു വേണ്ട കേരളത്തിൽ എൻഡോസൾഫാൻ ബാധിതർക്ക് പോലും കാസർഗോഡ് പോയി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. അവിടെ വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുവാനോ വയനാട്ടിൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങളിൽ വയനാട് ഉൾപ്പെടെയുള്ള ആദിവാസി സമൂഹങ്ങളിൽ പോലും അവിടെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അട്ടപ്പാടി, ഇടമലക്കുടി ആദിവാസി സ്ത്രീകൾക്ക് സാമ്പത്തികമായും വ്യാവസായികമായും രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെ അതാണ്. കേരളത്തിന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ആവാൻ അദ്ദേഹത്തിന് കഴിയും. അതിന് ഈ ഞങ്ങളുടെ എല്ലാവരുടെയും സത്യസന്ധരായിട്ടുള്ള അന്ധമായിട്ട് രാഷ്ട്രീയം നോക്കാത്ത നിഷ്പക്ഷരായിട്ടുള്ള എല്ലാ ജാതി മതസ്ഥരും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വോട്ടെടുപ്പിന് ശേഷം അല്ലെങ്കിൽ ഈ അദ്ദേഹം വിജയിച്ചതിന് ശേഷം ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിലെ സ്ത്രീ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അവരുടെ മനസ്സെന്താണ്?
അവർ സത്യത്തിൽ ഇവിടെ പാർട്ടി പ്രവർത്തകരെക്കാൾ ആവേശത്തിലാണ് ഇവിടുത്തെ സ്ത്രീ പക്ഷംവാദികളായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾ. അവരാണ് ഈ വിജയം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മമാർക്കും സഹോദരിമാർക്കുമാണ് നൽകുന്നത്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി, സുരേഷ് ഗോപിക്ക് വേണ്ടി വർക്ക് ചെയ്ത വലിയൊരു സമൂഹമാണ് ഇവിടുത്തെ സ്ത്രീജനങ്ങൾ. അവരാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ശില്പികൾ. മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ബൂത്ത് തലത്തിൽ തൊട്ടുള്ള വർക്കുകൾ, ഇതാണ് ശരിയായ വിജയം. ചിട്ടയായ പ്രവർത്തനത്തിൽ കൂടെ പഞ്ചായത്ത് തലത്തിലും ബൂത്ത് തലത്തിലും വാർഡ് തലത്തിലും പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കിക്കൊണ്ട് എല്ലാ വീടാന്തരം കയറി നടന്നുകൊണ്ടുള്ള പ്രവർത്തനവും കൂടിയാണ് ഈ വിജയത്തിന്റെ വലിയൊരു മാറ്റം വരാനുള്ള കാരണം. ഈ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെയും കൂടിയാണ്. ഇപ്പോൾ കേരളത്തിലെ തീരദേശ മേഖലയിലുള്ള ഏക ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, BJPയുടെ ഒരു മെമ്പറാണ് താങ്കൾ. ഏകദേശം 1500 മുകളിൽ നോട്ടിലാണ് താങ്കൾ അന്ന് വിജയിച്ചത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ. അപ്പോൾ ഈ ഒരു താങ്കൾ ഈ ഒരു മെമ്പർ എന്നുള്ള ഒരു പരിഗണന, അതോടൊപ്പം തന്നെ ജനങ്ങളിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുണ്ടായിരുന്ന ഒരു ആവേശം, അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അനുഭവങ്ങൾ? സത്യത്തിൽ ഞാൻ ജയിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു വാർഡുകളിൽ മാത്രമാണ് BJP ജയിച്ചിട്ടുള്ളത് പഞ്ചായത്ത് തലത്തിൽ. പക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്ന സംഭവമല്ല എന്നാണ് അന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മൾക്കൊരു കോൺഫിഡൻ്റ് ആയിരിക്കുകയാണ്. നമ്മളുടെ സുരേഷ് ഗോപിയുടെ വിജയം ഈ തീരദേശ മേഖലയിലും അതുപോലെ തന്നെ നഗര മേഖലയിലും എല്ലാ മേഖലയിലും BJPക്ക് വ്യക്തമായിട്ടുള്ളൊരു ഭൂരിപക്ഷം വരികയാണ്. അതിൻ്റെ അർത്ഥം ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. ജനങ്ങൾ സത്യസന്ധതയുള്ള ആളുകൾക്കൊപ്പം നിൽക്കും. അതിൽ പ്രത്യേകിച്ച് തളിക്കുളത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ, അവർ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ BJPക്ക് വേണ്ടി വോട്ട് ചെയ്തു. അതിൻ്റെ ഒരു വലിയ ഭൂരിപക്ഷം ഈ തളിക്കുളം പഞ്ചായത്തിൽ ഉൾപ്പെടെ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ഇരുന്നതിന് ശേഷം താങ്കൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചു? ചില മീഡിയകളിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കി താങ്കൾക്ക് മാസം കിട്ടുന്ന ആ ഒരു ചെറിയൊരു പേയ്മെന്റ് പോലും അത് സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ? തീർച്ചയായും ഞാൻ 3.5 വർഷം ആയി നമ്മൾ ഇവിടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട്. ഇതുവരെയുള്ള എൻ്റെ എല്ലാ ഓണറേറിയവും ഞാൻ സമൂഹത്തിലെ രോഗികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അങ്ങനെ ചികിത്സാ ധനസഹായവുമായിട്ട് രൂപയാണ് കിട്ടുന്നത്. 8600 രൂപയാണ് ഒരു ബ്ലോക്ക് മെമ്പറുടെ പെർമനന്റ് ആയിട്ടുള്ള ഓണറേറിയം. അതിൻ്റെ കൂടാതെ പഞ്ചായത്ത് മീറ്റിങ്ങുകൾക്കും സിറ്റിംഗ് ഫീസായിട്ടും അങ്ങനെ പെർമനന്റ് ആയിട്ട് നമുക്കൊരു 10,000-ത്തിനടുത്ത് ഒരു മാസം ഓണറേറിയമായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. ആ തുകയിൽ നിന്ന് നമ്മൾ ഇന്ന് വരെ 1 രൂപ പോലും നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് എടുത്തിട്ടില്ല. അതെല്ലാം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ തിരഞ്ഞെടുത്ത എനിക്ക് തന്ന ആ ഓണറേറിയം ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഈ 5 വർഷം പൂർത്തീകരിക്കുന്നത് വരെ തീർച്ചയായും എൻ്റെ ഒരു വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനം ഞാൻ നടപ്പിലാക്കും. ഇത് ചെയ്തു പോകുന്ന സമയത്ത് പ്രവർത്തകരുടെ പിന്തുണ പലപ്പോഴായിട്ട് പല ബൂത്തുകളിലും ഒരു വാർഡ് മെമ്പർ BJPക്ക് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 1-1.5 വർഷം കഴിഞ്ഞാൽ പ്രവർത്തകർ വലിയ രീതിയിൽ നെഗറ്റീവായി സംസാരിക്കുന്ന കാഴ്ചകൾ ഞാനും നിങ്ങളും എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് പിറ്റേ വർഷം BJP പരാജയപ്പെടുന്ന കാഴ്ചയുണ്ടല്ലോ. അപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ BJPയുടെ ഇവിടെയുള്ള പ്രവർത്തകരുടെയൊക്കെ പിന്തുണ എങ്ങനെയാണ് ഈ ഒരു മെമ്പറായതിനു ശേഷം? ഞാൻ മെമ്പറായതിനു ശേഷം ഈ സേവന പ്രവർത്തനത്തിൽ കൂടുതൽ മുഴുകിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മറ്റു രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വലിയൊരു പിന്തുണയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് പല രാഷ്ട്രീയത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ പോലും, സാധാരണ പ്രവർത്തകരുടെ കാര്യം പറയണ്ട. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ അതിനുള്ള പ്രതിഫലം ഒരു വലിയ രീതിയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനപിന്തുണയായിട്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീരദേശ മേഖലയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വിളിച്ച് നമ്മുടെ സേവന പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളിയായി കൂടെ നിൽക്കാൻ ആളും അർത്ഥവുമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മളുടെ പാവപ്പെട്ട കുടുംബങ്ങളിൽ രോഗം വരുമ്പോഴും അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, അതിന് നമ്മളെ കൊണ്ടാവുന്ന ഒരു ചെറിയ സഹായം
നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മുടെ പ്രവർത്തകരും നമ്മളിവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. അവർ അത് കാരണം അതുകൊണ്ടൊരു അവരുടെ ആ ഒരു വാത്സല്യവും അവരുടെ ആ ഒരു സ്നേഹക്കരുതലും എനിക്ക് ഉണ്ട്. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. വളരെ നന്ദി ചേട്ടാ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രതികരിച്ചു. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് തീരദേശ മേഖലയിൽ വലിയ തരത്തിലുള്ള മധുര വിതരണ പരിപാടികളുമായിട്ട് ആഘോഷമായിട്ട് BJPയുടെ പ്രവർത്തകർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മറ്റ് പുതിയ വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്താം. ബിബിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.